ലൈവിൽ അലറി പൊട്ടിത്തെറിച്ച വയലന്റായ ജാസ്മിൻ. വീട്ടിലുള്ളവരോടും ബിഗ് ബോസിനോടും അലറുകയാണ് ജാസ്മിൻ. ജാസ്മിൻ മൈക്കില്ലാതെ ഗബ്രിയോട് എന്തോ സംസാരിക്കുന്നുണ്ട്. അപ്പം ജിൻഡോ വന്ന് പറയുന്നുണ്ട് ജാസ്മിൻ മൈക്ക് ധരിച്ചിട്ട് സംസാരിക്കുകയെന്ന്. അപ്പൊ തന്നെ പ്രകോപിതയായി ജാസ്മിൻ ജിൻഡോയെ താൻ പോയി പോലീസിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക, അങ്ങനെ പലതും ജിൻഡോയെ പറയുന്നു. എന്നാൽ ജിൻഡോ പറയുന്ന ഒന്നും അനുസരിക്കാതെ വീണ്ടും മൈക്ക് ധരിക്കാതെ കിടക്കുന്ന ജാസ്മിനെയാണ് കാണാൻ പറ്റുന്നത്. സൈഡിൽ ഒന്നും മിണ്ടാതെ താടിക്ക് കൈയും കൊടുത്തിരിക്കുകയാണ് ഗബ്രി. രാവിലെ മുതൽ ആരോടും മിണ്ടാതെ സംസാരിക്കാതെ നടക്കുകയാണ് ഗബ്രി. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ മൈക്ക് ധരിക്കാൻ. ജാസ്മിൻ മൈക്ക് ധരിക്കുന്നില്ല. അത് കഴിഞ്ഞ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. എനിക്ക് സൗകര്യമില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത്. എനിക്ക് കൺഫെഷൻ റൂമിൽ പോണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ അപ്പോൾ ഒരു ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ബിഗ് ബോസ് മൈക്ക് ധരിക്കാൻ പറഞ്ഞത് ജാസ്മിനെ വീണ്ടും പ്രവോക്ഡ് ആക്കി. എന്നാൽ ശരിക്കും ആ വീട്ടിൽ വിഷമിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗബ്രിയാണ്. ജാസ്മിൻ എല്ലാരെയും അറിയിച്ച് അലറി കരഞ്ഞ് സെന്റിമെന്റൽ സീൻ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചെയ്യാതെ സൈലന്റ് ആയി കരയുകയാണ് ഗബ്രി. ജാസ്മിൻ ഇത്രയും ഷോ അവിടെ കാണിക്കുമ്പോഴും ഒരക്ഷരം പോലും മിണ്ടുകയോ ജാസ്മിനെ സമാധാനിപ്പിക്കാൻ പോകുകയോ ആ പ്രശ്നത്തിൽ ഇടപെടുകയോ ഒന്നും ചെയ്യാതെ തൊട്ടടുത്തിരിപ്പുണ്ട് ഗബ്രി. അങ്ങനെ ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ സിബിൻ വന്ന് പറയുന്നുണ്ട് ശരിക്കും കൺഫെഷൻ റൂമിലേക്ക് പോകേണ്ടത് ജാസ്മിൻ അല്ല ഗബ്രിക്കാണ്, അവനാണ് ശരിക്കും തകർന്നിരിക്കുന്നതെന്ന്. പിന്നെ എന്താണ് ബിഗ് ബോസ് ഗബ്രിയെ വിളിക്കാത്തതെന്നും സിബിൻ ചോദിക്കുന്നുണ്ട്. ജാസ്മിനും ഏറെ പ്രകോപിതയായി വീട്ടിലുള്ള ആൾക്കാരോട് പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്കെല്ലാം സമാധാനമായില്ലേ, സന്തോഷമായില്ലേ, ഇത് കാണാനല്ലേ നിങ്ങൾ ആഗ്രഹിച്ചതെന്നൊക്കെ. സിബിൻ എന്നിട്ട് ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട് ഗബ്രിക്കാണ് ശരിക്കും വിഷമം, എന്നാൽ ജാസ്മിൻ ശരിക്കും അഭിനയിക്കുകയാണ്. ഈ ഒരു സെന്റിമെന്റ്സ് ഇറക്കി ജാസ്മിനോട് സിമ്പതി തോന്നാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ അഭിനയിക്കുന്നത്.